അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത് കറണ്ട് ഇല്ലായിരുന്നു. നമ്മളെ വേറെ ക്യാമറ വെച്ചൊന്നും അല്ല, പ്രത്യേക ഫിറ്റ് ചെയ്ത ക്യാമറ റൂമൊന്നുമില്ല. നമ്മുടെ മൊബൈലിനകത്ത് ഒരു വീഡിയോ എടുത്താണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആകപ്പാടെ ശബ്ദം. പുറത്ത് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശബ്ദം വല്ലാതെ നമ്മളെ പ്രശ്നമാക്കും. കാരണം റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് പ്രത്യേകം ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. പക്ഷേ നമ്മുടെ സൗണ്ടിനേക്കാൾ ഉയർന്നു നിൽക്കും കിളികളുടെയും അതുപോലെ വാഹനങ്ങളുടെയൊക്കെ ശബ്ദം. മിക്കവാറും ആംബുലൻസുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നതുകൊണ്ട് അതിൻ്റെ ശബ്ദമായിരിക്കും കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പോയി. വൈകുന്നേരം കറണ്ട് വന്നപ്പോൾ ഫോണിൽ ചാർജില്ല, ഫോൺ ചാർജ് ചെയ്തു. അതിനുശേഷം വീഡിയോയിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നവരെ നിരാശപ്പെടുത്തി എന്ന് പറയാം. ഏതായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. തുടരും എന്ന ചിത്രത്തിൻ്റെ ബുധനാഴ്ചത്തെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഏകദേശം 80 കോടി തുടരും എന്ന ചിത്രം ഇന്നലെ കൊണ്ട് കണക്ട് ചെയ്യും എന്ന്. അത് ഏകദേശം ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നത്. ഇതിനിടയിൽ ഇന്നലെ പലരും പറഞ്ഞായിരുന്നു, നമ്മുടെ വീഡിയോയുടെ കാര്യം കമൻ്റായിട്ടും വന്നായിരുന്നു, 100 കോടി കേരളത്തിൽ നിന്ന് നേടിയതായിട്ട് നിർമ്മാണ കമ്പനി രജപുത്ര പുറത്ത് വിട്ട പോസ്റ്ററുണ്ട് എന്ന് പറയും. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അതൊരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. 100 കോടി നേടും എന്ന് ഏകദേശം അവർക്ക് ഉറപ്പായിരിക്കുകയാണ്, നമുക്കും ഉറപ്പുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇവരൊരു പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുന്നതേ ഉള്ളൂ. 100 കോടി ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിയിക്കട്ടെ. ഏതായാലും ട്രാക്കർമാർ നൽകുന്ന വിവരം അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ നിർമ്മാണ കമ്പനികൾ പലതും പറയും, അവരുടെ പരസ്യത്തിന് വേണ്ടി പലതും പറയും. മാമാങ്കം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഈയിടെ പറഞ്ഞില്ലേ 135 കോടിയുടെ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്തത്. അന്ന് ആരൊക്കെയോ അവരോട് പറഞ്ഞ പ്രകാരമാണ് അടിച്ചു തന്നത്. അപ്പോൾ ട്രാക്കർമാർ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ വേൾഡ് ഈ ചിത്രം നേടിയതും കേരള ബേസ് ഈ ചിത്രം നേടിയതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഇന്നലെ തുടരും എന്ന ചിത്രം 4 കോടിക്ക് മുകളിൽ ഇന്നലെ നേടി. 4 കോടി 5 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ നേടിയത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 178 കോടി ആണ് നേടിയിരിക്കുന്നത്. അതിലെ ഓവർസീസിൽ നിന്ന് 81 കോടിയും ഇന്ത്യ ഗ്രോഫായിട്ട് 97 കോടിയും ഇത് നേടിയിട്ടുണ്ട്. കേരള കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 84 കോടിയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 84 കോടി എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ കളക്ഷനും കൂടെ. 79 കോടി 95 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ കിട്ടിയിരിക്കുന്നത്. ഇന്നുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു 84 കോടിയിലേക്ക് ഇന്നും ഒരു 4 കോടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും തുടരും എന്ന ചിത്രത്തിൻ്റെ തിരക്ക് ഒട്ടും കുറയുന്നില്ല എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. പുതിയ ചിത്രങ്ങളിലെ തിരക്കും പുതിയ ചിത്രങ്ങളിലെ ടിക്കറ്റ് ബുക്കിങ്ങും തുടരും എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് തിയേറ്ററിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. തുടരും എന്ന ചിത്രം പുതിയ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ള തിയേറ്ററിലെല്ലാം തന്നെ നല്ല തിരക്കാണ് ഇപ്പോഴും തുടരും എന്ന ചിത്രത്തിന്. അങ്ങനെ ഇന്നും ഏകദേശം 3.5 കോടി 4 കോടി റേഞ്ചിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യാഴാഴ്ച ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 2 കോടി 59 ലക്ഷം ഈ ടൈം വരെ ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 കോടി 59 ലക്ഷം ആയിട്ടുണ്ട്. അത് 3.5 കോടി 4 കോടി റേഞ്ചിലേക്ക് വരാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശകലനം. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് അത് 84 കോടിയിലേക്ക് എത്തുന്നു. പിന്നെ കേവലം നമ്മുടെ 2018 റെക്കോർഡ് തകർക്കാൻ കേവലം 5 കോടികളുടെ മാത്രമേ ആവശ്യമുള്ളൂ. അത് വെള്ളിയാഴ്ചത്തെ പ്രീഫെയിൽ തന്നെ 70 ലക്ഷം തന്നെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ. അപ്പം വെള്ളിയാഴ്ചയും ഈ ലെവല് കളക്ഷൻ തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം ഈ വെള്ളിയാഴ്ചത്തെ പ്രീഫെയിൽ 70 ലക്ഷം എന്ന് ഞാൻ പറയുമ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ മലയാള സിനിമ ഒരു 10 ലക്ഷം പോലും പ്രീഫെയിലായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ആ സ്ഥാനത്താണ് തുടരും എന്ന ഇത്രയും ദിവസമായിട്ടും വെള്ളിയാഴ്ചയും 70 ലക്ഷം പ്രീഫെയിൽ ഇപ്പം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഒരു വല്ലാത്ത
ലെവലിൽ തന്നെയാണ് തുടരും എന്ന ചിത്രം മാറുന്നത്. അല്ല, 70 ലക്ഷം എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ്, ഇപ്പോഴത്തെ അല്ല, ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയ ചിത്രങ്ങളൊന്നും തുടരും എന്ന ചിത്രത്തിനെ ബാധിക്കുന്നില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞായറാഴ്ച വെള്ളിയാഴ്ച കൊണ്ട് ഏകദേശം 100 കോടി, ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ട് ഇതൊരു ചിത്രം 100 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 200 കോടിയും കടക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ടിക്കറ്റ് നിലവാരം കൂടെ നമുക്ക് നോക്കാം. തുടരും എന്ന ചിത്രം 8280 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ചിത്രം മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ചിത്രമാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. ഞാൻ ആ പടം കണ്ടായിരുന്നു. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. പലരും ഇട്ട് കാണും അല്ലേ, എന്നാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് 2 5 പേരാണെങ്കിൽ 5 പേര് കാണുന്നവർ കാണട്ടെ. ഏതായാലും നമ്മൾ അല്പസമയത്തിന് ശേഷം അതിടാം. സർക്കിട്ട് 40 ടിക്കറ്റ്. പടക്കളം എന്ന് പറയുന്ന ചിത്രം 6220 ടിക്കറ്റും വിറ്റിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ദി ഫാമിലി, ദിലീപിൻ്റെ ചിത്രം, നാളെയാണ് അത് റിലീഫ്. പ്രീഫെയിലായിട്ട് ഇപ്പം വിറ്റ് പോകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 5040 ടിക്കറ്റ്. അപ്പോഴും അതിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുമ്പം 8280 കിടക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങളുടെ അവസ്ഥ എങ്ങനെ കിടക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, തുടരും എന്ന ചിത്രത്തെ പുതിയ റിലീഫ് ഒന്നും തന്നെ ബാധിക്കത്തില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പം തുടരും എന്ന ചിത്രം ഇന്നുകൊണ്ട് 84 കോടിയിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ സന്തോഷപൂർവ്വം പങ്കുവെക്കാനുള്ള കാര്യം. അപ്പം ഇന്നലെ പലരും സൂചിപ്പിച്ച പോലെ 100 കോടി കേരളത്തിൽ നിന്ന് നേടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റർ അടിച്ചെങ്കിൽ അത് നിർമ്മാതാക്കളോട് തന്നെ ചോദിക്കണം. നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്ന് കൊണ്ട് അത് 84 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ട്രാക്കർമാർ നൽകുന്ന കണക്കാണ്. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടെ തെറ്റല്ല. പരസ്യത്തിന് വേണ്ടി, സിനിമയുടെ പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ പലത് വിടും. അത് ഏതായാലും തിങ്കളാഴ്ച കൊണ്ട് ഏതായാലും 100 കോടി കടക്കും എന്നുള്ളതാണ്. അപ്പം പോസ്റ്റർ അർത്ഥവത്താവുകയും ചെയ്യും അല്ലേ. ഇന്ന് റിലീഫായ 2 ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടി തന്നെയാണ് മുന്നേറുന്നത്. അത് ടിക്കറ്റ് വിൽപ്പനയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അഭിപ്രായങ്ങൾ ഏത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ തുടരും ചിത്രത്തിന് യാതൊരുവിധ ഭീഷണിയും ഈ ചിത്രങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നാളെ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയും റിലീഫാകുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ അല്ലേ. മലയാള സിനിമ അങ്ങനെ പുതിയ കാലഘട്ടത്തിലേക്ക്, പുതിയ വസന്തകാലത്തിലേക്ക് കടക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം തുടരുന്ന സിനിമയുടെ വിശേഷങ്ങളും പുതിയ ചിത്രങ്ങളിലെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. ഇനി കൃത്യമായിട്ടുള്ള കളക്ഷനുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് പുതിയതായിട്ട് തന്നെ ഇടാം. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നാളെ പുതിയ ചിത്രങ്ങൾ റിലീഫ് ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ തുടരും എന്ന ചിത്രത്തിന് തന്നെയാകാം ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.